നമസ്തേ. എല്ലാ വർഷവും നവനവീനമായിട്ട് വരുന്ന ഈ 9 രാത്രികൾ ദേവിനെ ആരാധിക്കാനുള്ള ഒരു വിശിഷ്ടമായ ദിവസങ്ങൾ ആണ്. ഈ ഓരോരോ ദിവസങ്ങളും ഓരോരോ ദേവിനെ ആരാധിക്കുന്നതാണ് നവരാത്രിയുടെ ഒരു വൈശിഷ്ട്യം. എന്തിനീ ഓരോരോ ദേവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ഈ 9 ദിവസത്തിൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ആസുരി ശക്തിയെ നമ്മൾ വധിച്ച് നമ്മളുടെ ഉള്ളിലെ തന്നെ ഉള്ള ദൈവീ ശക്തിയെ, എന്നാൽ ആ ദേവീ ഭാവം, ആ പ്രകൃതി ഭാവം നമ്മൾ ഉത്തേജിക്കുന്നതാണ് ഈ നവരാത്രിയുടെ മൂല ഉദ്ദേശം. അതിനെക്കൊണ്ടാണ് ഓരോരോ തന്ത്രഗ്രന്ഥത്തിലും ഓരോരോ വിധാനം പറഞ്ഞാലും നമ്മളുടെ ഇവിടെ മൂകാംബിക അമ്പലത്തിൽ ഡാമറി തന്ത്രോക്തമായിട്ടാണ് ഈ നവരാത്രിയുടെ പൂജാ കാര്യങ്ങൾ നടക്കുന്നത്. ഈ 9 ദുർഗികൾ ഏത് പേരിൽ പ്രസിദ്ധമാണെന്ന് പറഞ്ഞാൽ, യോഗനിദ്ര ദേവജാത, മഹിഷാസുരമർദിനി, ശൈലജ ധൂമ്രഹ, ചണ്ഡമുണ്ഡ, രക്തബീജ, നിശുംഭ, ശുംഭ എന്നിട്ട് ഈ 9 ദിവസം ഈ 9 പേരിലുള്ള ദുർഗയെ ആരാധിക്കുന്നതാണ് മുഖ്യമായിട്ട് നടക്കുന്നത്. എന്താണ് മൂകാംബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വേറെ സ്ഥലങ്ങളിൽ സാധാരണ പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഘണ്ടേതി, കൂഷ്മാണ്ഡേതി, ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാലരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിദാത്രി ച, നവദുർഗാ പ്രകീർത്തിതാഹ എന്ന് ഈ ഒരു രൂപത്തിൽ കൂടി ദേവിനെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ മൂകാംബിൽ യോഗനിദ്ര ദേവജാത, മഹിഷാസുരമർദിനി എന്ന് പറഞ്ഞ ഈ ഒരു വിധത്തിലാണ് പൂജാകാര്യങ്ങൾ നടക്കുന്നത്. രണ്ടും അർത്ഥം നോക്കിയാൽ ഒരേ മാതിരിയാണ്, പക്ഷേ പേരുകൾ മാത്രം വ്യത്യാസമാണ്. തന്ത്രം ധാമറി തന്ത്രം, കാത്യായനി തന്ത്രം, ഇങ്ങനെ തന്ത്രഭേദം കൊണ്ട് ഓരോരോ പ്രദേശത്തിൽ ഓരോരോ തന്ത്രം അനുസരിച്ചിട്ടാണ് പൂജാവിധാനങ്ങൾ നടക്കുന്നത്. നവരാത്രിയുടെ 1-ാം ദിവസം യോഗനിദ്ര ദുർഗ എന്ന് പറയുന്ന ദേവിനാണ് ആരാധിക്കുന്നത്. ഈ ആരാധനാക്രമം എന്താന്ന് ചോദിച്ചാൽ, യോഗനിദ്രയിൽ നിൽക്കുന്ന മഹാവിഷ്ണുവിനെ കൈടഭൻ എന്ന് പറയുന്ന രാക്ഷസന്മാർ കർണമലം കൊണ്ട് വിഷ്ണു കർണമലോദ്ഭൂതൗ ഹന്തും ബ്രഹ്മാണമുദ്യതൗ, വിഷ്ണുയുടെ കർണമലം കൊണ്ട് ജനിച്ച് ഹന്തും ബ്രഹ്മാണമുദ്യതം, എന്നാൽ വിഷ്ണുയുടെ നാഭി കമലത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് എങ്ങനെ ആ ഒരു കമലത്തിൻ്റെ മധ്യത്തിൽ ഉണ്ടോ, ആ ബ്രഹ്മാവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ മധുകൈടഭന്മാർ ശ്രമിക്കൂ. അപ്പോൾ ആ ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ ധ്യാനിക്കുന്നത് ആ മഹാമായയായ ദേവിനാണ്. ആ മഹാമായയായ ദേവിനെ ധ്യാനിക്കുമ്പോൾ ആവിർഭവിക്കുന്ന ആ ഒരു രൂപമാണ് യോഗനിദ്ര എന്ന് പറയുന്ന ദേവി. തുഷ്ടാവ യോഗനിദ്രാന്താം ഏകാഗ്ര ഹൃദയസ്ഥിത എന്ന് ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ ഏകാഗ്രനായിട്ട് ആ യോഗനിദ്ര ദുർഗിനെ ധ്യാനിച്ചപ്പോൾ
ആ ഒരു ദുർഗി ഈ മധുവും കൈടഭൻ എന്ന് പറയുന്ന രാക്ഷസന്മാരെ വധിക്കൂ. ഈ ഒരു പ്രഥമ ദിവസത്തിൻ്റെ നവരാത്രിയുടെ ഒരു വൈശിഷ്ട്യമാണ് ഈ മധുകൈടഭൻ്റെ വധ ചെയ്ത യോഗനിദ്ര ദുർഗയുടെ ഒരു ആരാധനം.